നമസ്തേ ബച്ചോ, ഹിന്ദി കക്ഷ മീൻ സബ്കാ സ്വാഗത്. ഇന്നത്തെ ക്ലാസ്സിലെ ഒരു കവിതയാണ് ആദ്മി കാ ചെഹറ. ഈ കവിത എഴുതിയത് കുംവർ നാരായൺ ആണ്. കുംവർ നാരായൺ की एक कविता है आदमी का चेहरा. श्रम तो एक पूजा है जिसमें न कोई ऊंचा और न कोई नीचा है. നമ്മൾ ചെയ്യുന്ന ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. അവിടെ ചെറുതെന്നോ വലുതെന്നോ ഇല്ല എന്ന് നൽകുന്ന സന്ദേശമാണ് കവി ഈ കവിതയിൽ കൂടി നൽകുന്നത്. കവിത നോക്കാം. ആദ്മി കാ ചെഹറ. खुली पुकारते ही कोई मेरे अंदर छाऊंगा, एक आदमी आकर खड़ा हो गया मेरे पास. കൂലി എന്ന് വിളിക്കുമ്പോൾ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ കുലിയെക്കുറിച്ചാണ് കവി ഈ കവിതയിൽ കൂടി വർണ്ണിക്കുന്നത്. सामान सिर पर लादे मेरे स्वाभिमान से 10 कदम आगे बढ़ने लगा वह, जो कितनी ही यात्राओं में ढो चुका था मेरा सामान. എൻ്റെ പല യാത്രകളിലും എൻ്റെ ലഗേജ് ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ കുലിയോടൊപ്പം നടക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ അഭിമാനം അതിന് സമ്മതിച്ചില്ല. ഞാൻ വിചാരിച്ചു ഞാൻ കുലിയേക്കാൾ വളരെ ശ്രേഷ്ഠനാണ് എന്ന്. അതുകൊണ്ട് ഞാൻ കുലിയോടൊപ്പം നടക്കാതെ കുറച്ച് അകലം പാലിച്ചാണ് നടന്നത്. മിനി ഉസ്കി ചേഹ്രെ സെ ഉസെ കബി നഹീം പഹചാന. എൻ്റെ ലഗേജ് ചുമക്കുന്ന ആ കുലിയെ ഞാൻ തിരിച്ചറിയാറേയില്ല. അദ്ദേഹത്തെ മുഖം പോലും ഞാൻ നോക്കാറേയില്ല. കേവൽ ഉസ് നമ്പർ സെ ജാന ജോ ഉസ്കി ലാൽ കമീസ് പർ ടാങ്ക ഹോത്താ. ഞാൻ ആ കുലിയെ തിരിച്ചറിയുന്നത് അയാളുടെ ചുവന്ന ഷർട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന നമ്പർ കണ്ടിട്ടാണ്. ആജ് जब अपना सामान खुद उड़ाया एक आदमी का चेहरा याद आया. ഇന്ന് ഞാൻ എൻ്റെ ലഗേജ് സ്വയം ചുമന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കുലിയുടെ യഥാർത്ഥ പരിശ്രമം എന്താണ് എന്ന്. എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനെന്നുള്ള അഹങ്കാരം മാറ്റാൻ എനിക്ക് സാധിച്ചു. ഈ കവിതയിൽ കൂടി കവി നമുക്ക് നൽകുന്ന ഉപദേശം എന്താണ്? എല്ലാ ജോലിയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമെന്നും ആ ജോലി ചെയ്യുന്ന വ്യക്തികളെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ്.